അപ്പൊ അമേരിക്കയിലെ ഫ്ലോറിഡ സർവകലാശാല വെടിവെപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത്, 6 പേർക്കാണ് പരിക്ക്. അക്രമി കസ്റ്റഡിയിലെടുത്തു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങൾ. മധു കൊട്ടാരക്കര, ഇവിടെ ഗുഡ് മോർണിംഗ്, അവിടെ ഗുഡ് ഈവനിങ്, വെൽക്കം ടു പറശ്ശിനിക്കടവ് മടപ്പുര. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് ഹാഷ്മി. പ്രജിൻ, ഫ്ലോറിഡയിലെ ടെലഹസിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെടിവെപ്പ് ഇന്നുണ്ടായത്. ടെലഹസിയിലെ പ്രശസ്തമായ ഫ്ലോറിഡ സർവകലാശാലയിൽ നടന്ന വെടിവെപ്പിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 6 പേർക്ക് പരിക്കുകളോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ നില ഗുരുതരമാണെന്നായിരുന്നു ആദ്യ പോലീസ് റിപ്പോർട്ടുകളെങ്കിലും ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവര് രക്ഷപ്പെടുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ കൊല്ലപ്പെട്ടവർ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളല്ലായിരുന്നു. ഈ പരിക്കേറ്റ ചിലരുടെ നില ഗുരുതരമാണെന്നുണ്ടെങ്കിലും അവർ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. വെടിവെപ്പ് നടത്തിയത് 20 വയസ്സുള്ള വിദ്യാർത്ഥിയായ ഫീനിക്സ് ഇഗ്നർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലിയോൺ കൗണ്ടി പോലീസ് ആണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വെടിയേറ്റ ഈ കൊലയാളിയും ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. ഈ ഫീനിക്സ് ഇഗ്നർ ലിയോൺ കൗണ്ടി ഡെപ്യൂട്ടിയായി ജോലി ചെയ്തിരുന്ന ജെസിക്ക ഇഗ്നറുടെ മകനായിരുന്നു. ജെസിക്ക ഇഗ്നർ പോലീസ് ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച ഒരു സർവീസ് ഗണ്ണാണ് വെടിവെപ്പിനായിട്ട് ഉപയോഗിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. കൊല്ലപ്പെട്ടവരുടെ വിവരം ഇതുവരെയും പോലീസ് പുറത്തുവിട്ടിട്ടില്ല. വെടിവെപ്പിനെ കുറിച്ച് തനിക്ക് പൂർണ്ണമായ വിവരങ്ങളൊക്കെ ലഭിച്ചതായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് പ്രതികരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഭീകര സംഭവമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അധ്യാപകരോടും ജീവനക്കാർക്കും ഒക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാനായിട്ടുള്ള അപായ സൂചന നൽകിയതിനാൽ കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടായില്ല. ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഈ സർവകലാശാലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 44,000 പേര് പഠിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു സ്ഥാപനമാണ് ഫ്ലോറിഡ സർവകലാശാല. ഹാഷ്മി, പ്രജിൻ. Yes.